മോദി ഒരു ലോക നേതാവാണെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം G7 ഉച്ചകോടിയില് ട്രംപ് അടക്കം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയില് പറഞ്ഞ സംഭാഷണങ്ങളൊക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മോദി നേതാവാണെങ്കിൽ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ അവരെ സഹായിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്നാണ് ട്രംപ് വലിയ പ്രതീക്ഷാ നിർഭരമായ രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, മറ്റ് ലോക നേതാക്കൾ മോദിക്ക് നൽകിയ വരവേൽപ്പ്, അവര് തമ്മിലിടയിൽ കാഴ്ചവെച്ച ബോഡി ലാംഗ്വേജ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഒരു കരുത്തിനെയാണല്ലോ വിളിച്ചോതുന്നത്. തീർച്ചയായിട്ടും. അതായത് ഒരു കൊല്ലത്തിന് മുമ്പ് ഇന്ത്യയെ ഒരു ഹെൽ ഹോൾ, ഒരു നരകമെന്നും, അതുപോലെ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഡെഡ് എക്കോണമി, ചത്ത സമ്പദ്ഘടനയെന്നുമൊക്കെ വിശേഷിപ്പിച്ച, അധിക്ഷേപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് സ്വരം മാറ്റി, കാലം മാറി, കഥ മാറി. അതായത് പെട്ടെന്ന് പറയുന്നത് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ പ്രതിരോധ കരാറുകളൊന്നും ഇല്ലെങ്കിലും ഇന്ത്യ ആരെങ്കിലും ആക്രമിച്ചാൽ രക്ഷിക്കാനായിട്ട് അമേരിക്ക ഓടി വരുമെന്ന്. അമേരിക്ക ഓടി വരേണ്ട കാര്യമൊന്നുമില്ല, ഇന്ത്യയെ രക്ഷിക്കാൻ ഇന്ത്യക്ക് തന്നെ അറിയാം. അമേരിക്ക ഇറാൻ എന്ന രാജ്യത്തിന് നേരെ അമേരിക്കയുടെ ദയനീയ പ്രകടനം ലോകം മുഴുവൻ കണ്ടിട്ടിരിക്കുകയാണ്. ആദ്യം വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്ന് പറയാനാണ് നമുക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. എന്തായാലും ട്രംപ് എത്ര ശത്രുവാണെങ്കിലും നമ്മുടെ നേരെ സഹായഹസ്തം ഒരാൾ നീട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് നിഷേധിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അമേരിക്ക ഇന്ത്യ ബന്ധങ്ങൾ ഊഷ്മളമാകുന്നത് നല്ല കാര്യം തന്നെയാണ്. അതിൽ ഒന്നും തർക്കമില്ല. അമേരിക്ക എന്നല്ല, ലോകത്തിൽ ഏത് രാജ്യവുമായിട്ടും ഇന്ത്യയുടെ ബന്ധം ഊഷ്മളമാകുന്നത് നല്ലതാണ്. യുദ്ധമില്ലാതിരിക്കുന്ന സമാധാനമാണ് നല്ലത്. ആ അർത്ഥത്തിൽ, വിശാലമായ അർത്ഥത്തിൽ നമുക്ക് ട്രംപിന്റെ വാക്കുകളെ സ്വാഗതം ചെയ്യാം. പക്ഷേ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഹിസ് വേർഡ്സ് നീഡ്സ് ടു ബി ടേക്കൺ വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അതായത് ഒരല്പം സംശയത്തോടു കൂടി തന്നെ ഇതൊക്കെ വീക്ഷിച്ചാൽ മതി. കാരണം ഇങ്ങനെ പലതും പറയും പല സമയത്ത്. മോദിയെ വല്ലാതെ പുകഴ്ത്തുകാരൻ ഇന്നലെ ചെയ്തത്, പക്ഷെ അതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. ഹീസ് എ ടഫ് ട്രേഡർ, ബട്ട് എ നൈസ് ഏഞ്ചൽ ഓൾസോ. ഹീസ് എ ടഫ് നെഗോഷിയേറ്റർ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അതൊക്കെ ശരിയാണ്. ഈ ഗുജറാത്തികളൊക്കെ തന്നെ ഈ നല്ല കച്ചവടക്കാരാണ്, അത് സംശയമൊന്നുമില്ല. ഒരു ഗുജറാത്തി കച്ചവടം അറിയാത്ത ഒരു ഗുജറാത്തി ഇല്ല. പക്ഷെ അവർക്ക് വ്യക്തിപരമായിട്ട് ഗുജറാത്തികൾക്ക് ആരോടും വലിയ സ്നേഹമൊന്നുമില്ല. എനിക്ക് എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ എനിക്ക് വടക്കേ ഇന്ത്യയിൽ നിന്നും വടക്കുകിഴക്കൻ ഇന്ത്യയിൽ നിന്നും ധാരാളം സുഹൃത്തുക്കളും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്കൊരു ഗുജറാത്തി സുഹൃത്ത് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇടപെടാൻ പറ്റും. അവര് സത്യസന്ധമായ ബിസിനസ് ഡീലുകളൊക്കെ നമുക്ക് നടത്താം, ഒരു കുഴപ്പമില്ല. അവർക്ക് നിങ്ങളിപ്പം ഉദാഹരണത്തിന് വസ്ത്ര വ്യാപാരത്തിലുള്ള പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സൂറത്തിലൊക്കെ പോയിട്ട് നമ്മൾ തുണി ഗാർമെന്റ്സിനൊക്കെ ഓർഡർ കൊടുത്താൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ആ ഡെലിവറി വന്നിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മളും അവരും തമ്മിൽ വ്യക്തിപരമായിട്ടൊരു സൗഹൃദം ഉണ്ടെന്നോ അത് നമ്മുടെ ഒരു വ്യക്തിപരമായ സുഹൃത്തായിട്ട് അവർ മാറിയെന്നോ അങ്ങനെയൊന്നും ധരിക്കണ്ട. അവരും നമ്മളും തമ്മിൽ ഒരു ഗുജറാത്തി എപ്പോഴും ബിസിനസ് റിലേഷനിൽ മാത്രമാണ് നിൽക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള ബന്ധം അവർക്കുണ്ടെന്ന് തോന്നില്ല. അതൊന്നും കുഴപ്പമില്ല, അങ്ങനെ ആയിക്കോട്ടെ. നമ്മളും ആ രീതിയിൽ കാര്യം മനസ്സിലാക്കി നിന്നാൽ മതി. അപ്പൊ മോദി ഒരു ടഫ് നെഗോഷിയേറ്റർ ആണ്, ഗുഡ് ട്രേഡർ, അതൊക്കെ സത്യമാണ്. അതൊന്നും കള്ളമാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ ആണെങ്കിലും ഗൾഫില് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ നാവികസേനയുടെ വെടിയേറ്റ് ഇന്ത്യൻ നാവികർ, അതായത് ഇന്ത്യയുടെ പതാകയുള്ള കപ്പലിലല്ലായിരുന്നു അവർ കൊല്ലപ്പെട്ടതിന് എന്തെങ്കിലും അതിനെ നേരിട്ടുള്ള പരാമർശമൊന്നും ട്രംപ് നടത്തിയില്ല. പക്ഷെ പൊതുവെ അവരെ കുറിച്ച് ആദ്യമായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് റെഫറൻസ് വന്നു. അതായത് അവിടെ പത്രപ്രവർത്തകർ ചോദിച്ചു, ഡു യു ഹാവ് ആൻ അപ്പോളജി ഫോർ ദോസ് ഇന്ത്യൻ സെയിലേഴ്സ് ഹു ഗോട്ട് കിൽഡ് ഇൻ അറ്റ് ഗൾഫ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വി ലവ് ഓൾ ദോസ് പീപ്പിൾ എന്നാണ് പറഞ്ഞത്. നമ്മൾ അവരെ എല്ലാവരെയും സ്നേഹിക്കുന്നു, ദേ ആർ ഡൂയിങ് എ വെരി ടഫ് ജോബ് എന്നുള്ള ഒരു മറുപടിയാണ് അദ്ദേഹം കൊടുത്തത്. അപ്പോ അദ്ദേഹം ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് തെറ്റുപറ്റിയതായിട്ടൊരു സൂചന അദ്ദേഹം തരുന്നില്ല. പക്ഷെ ഇന്ത്യയുമായിട്ടുള്ള ഒരു ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ താൻ സ്നേഹിക്കുന്നു. മരിച്ചവരെ ഇനി സ്നേഹിച്ചിട്ട് എന്താ ഫലം? ജീവിച്ചിരിക്കും അവർ മരിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ഘടകം. അതായത് അമേരിക്കയ്ക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത ഒരു സ്ഥലത്ത്
അവിടെ കയറിയിട്ട് അവിടെ അതുവഴി പോകുന്ന കപ്പലുകളെ വെടിവെക്കാനുള്ള ധാർഷ്ട്യം കാണിച്ച അമേരിക്കൻ നാവികസേന, ആ അമേരിക്കൻ നാവികസേനയെ നമുക്ക് അങ്ങനെ പിന്തുണയ്ക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന്റെ വാക്കുകൾക്ക് നമ്മൾ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് പിന്തുണ കൊടുക്കാം, പക്ഷെ അതിനപ്പുറത്തേക്ക് കൊടുക്കണ്ട. ചോദിച്ചോളൂ. ഇതിലിപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, G7 കൺട്രീസിൽ ഇന്ത്യ ഇല്ല, 7ഓളം രാജ്യങ്ങളിൽ ഇന്ത്യ ഇല്ല. അങ്ങനെ ഇന്ത്യ ഇല്ലാതിരുന്നിട്ടും ഇന്ത്യക്ക് ഇത്രമാത്രം പ്രാധാന്യം, മോദിക്ക് അവിടെ ഒരു വലിയ പ്രാധാന്യം ലഭിക്കുന്നതിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ്. ഇപ്പൊ കാനഡ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് കാർണി പറഞ്ഞത്, ഇന്ത്യ പോലുള്ള ഒരു വൻ ശക്തി ഇല്ലാതെ ഈ മീറ്റിംഗ് നടന്നിട്ട് തന്നെ കാര്യമില്ല എന്നാണ്. നമ്മള് ഇതിനു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയം, ലോകത്തിലെ 5ാമത്തെ വലിയ മാനുഫാക്ചറിങ് ഔട്ട്പുട്ട് ഉള്ള രാജ്യമാണ് ഇന്ത്യ. അതായത് ഉൽപാദന ശേഷിയിൽ ലോകത്തിലെ 5ാം സ്ഥാനമാണ്. ദക്ഷിണ കൊറിയ നമ്മുടെ പിറകിലാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ മാറ്റി നിർത്തിയിട്ട് ആർക്ക് എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. ഇത് ആരും തന്ന ഔദാര്യമല്ല. G7-ൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിച്ച ആദരവ്, അത് ഇന്ത്യയുടെ അവകാശമാണ്. അത് ഇന്ത്യയുടെ ഒരു കരുത്താണ്. അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അവിടെ. പിന്നെ ട്രംപ് കാണിക്കുന്ന ഒരു സ്നേഹത്തിന്റെ പിന്നിൽ ഒരു സാമ്പത്തിക വശമുണ്ടെന്ന് വിശ്വസിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. എന്തെന്നാൽ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ത്യ വൻതോതിൽ അമേരിക്കയുടെ പ്രകൃതിവാതകം ഇമ്പോർട്ട് ചെയ്യുക. അതായത് ഒരുപക്ഷെ ഒരു മാസം ഒരു 8 ബില്യൺ, 5 ബില്യണിൽ കൂടുതൽ ഉണ്ടാവും. എന്തായാലും 5 തൊട്ട് 8 ബില്യൺ വരെ US$ മൂല്യമുള്ള പ്രകൃതിവാതകം, LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുന്നു. സ്വാഭാവികമായി ഇതുവരെ ഇന്ത്യ അമേരിക്കയിൽ നിന്നും LNG ഇമ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു. അമേരിക്കൻ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്. ഇന്ത്യ ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ എണ്ണ പ്രകൃതിവാതക ഇമ്പോർട്ടറാണ്. അപ്പോ ഒരു വലിയ പിന്നെ ഇപ്പൊ നിങ്ങളൊരു കട നടത്തുകയാണെന്നിരിക്കട്ടെ, നിങ്ങളുടെ കടയിൽ നിന്നും ഏറ്റവും വലിയ ഏറ്റവും കൂടുതൽ സാധനം വാങ്ങിക്കുന്ന ആള് വന്നാല് നിങ്ങൾ എഴുന്നേറ്റ് പോയിട്ട് അവരെ സ്വീകരിച്ച് അകത്ത് കൊണ്ടുവരും. കാരണം നിങ്ങളുടെ ഏറ്റവും വലിയ ബിസിനസ് പങ്കാളിയാണ് ആ വരുന്നത്. അയാളുടെ കയ്യിൽ കാശുണ്ട്, റെഡി ക്യാഷ് ഉണ്ട്. നിങ്ങളുടെ കടയിൽ അല്ലെങ്കിൽ അടുത്ത കടയിൽ കയറി അയാൾ സാധനം വാങ്ങിക്കും. അപ്പൊ ആ ഇന്ത്യ എന്ന രാജ്യം ആരുടെ അടുക്കലും പോയിട്ട് പാകിസ്ഥാനെ പോലെ കടം പറഞ്ഞോ എന്തെങ്കിലും സൗജന്യമായിട്ട് തരണമെന്നോ പറഞ്ഞ് പോയിട്ട് പിന്നെ ചട്ടിയുമായിട്ട് പോകുന്ന രാജ്യമല്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യയെ കാത്ത് ഒരുപാട് കടക്കാര് കടയും തുറന്നിരിപ്പുണ്ട്. ഇപ്പോ അമേരിക്കയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ത്യ ഫ്രാൻസുമായിട്ടൊരു വലിയ കരാർ, ഇപ്പൊ ഈ G7 ഉച്ചകോടി നടക്കുന്നത് ഫ്രാൻസിലാണ്. ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ വലിയ കരാറാണ് ഈ റഫാൽ വിമാനങ്ങളെ സംബന്ധിച്ച് ഒപ്പിട്ടത്. ഏതാണ്ട് 36 ബില്യൺ US$-ലധികമുള്ള ഒരു കച്ചവടമാണ് ദസോൾട്ട് കമ്പനിക്ക് ലഭിച്ചത്. ഇത് എന്തുകൊണ്ട് ബോയിങ് കമ്പനിക്ക് കിട്ടിയില്ല എന്നൊരു ചോദ്യം അമേരിക്കയിലെ ഡിസിഷൻ മേക്കേഴ്സ് ട്രംപിന്റെ അടുക്ക ചോദിക്കും. ട്രംപിന് മറുപടി ഒന്നുമില്ല. ഇറാനിൽ കൊണ്ട് കോടിക്കണക്കിന് ഡോളർ എല്ലാം കൊണ്ട് വെള്ളത്തിലൊഴുക്കിയതാണ്. അതുപോലെ തന്നെ യുക്രൈന് ബില്യണുകൾ കൊടുത്തിട്ട് അമേരിക്കൻ ടാക്സ് പേയറുടെ മണിയാണ് ഇതെല്ലാം. അമേരിക്കൻ ടാക്സ് പേയറുടെ പൈസയാണ്. ഈ പൈസയൊക്കെ അവിടെ കൊണ്ട് വെള്ളത്തിൽ ഒഴുക്കിയേച്ച് ഇവിടെ വന്നിരുന്ന് ഞാൻ വലിയ വായിൽ സംസാരിച്ചാല് അമേരിക്കയിലെ സാധാരണക്കാരൻ ട്രംപിന്റെ കഴുത്തിന് പിടിക്കും. ട്രംപിന്റെ മാത്രമല്ല, അയാളുടെ മോന്റെയും പെണ്ണുമ്പിള്ളയുടെ ഒക്കെ കഴുത്തിന് പിടിക്കും. അയാളുടെ കൂട്ടുകാരെ ചവിട്ടി പുറത്താക്കും. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ട്രംപ് കളിക്കുന്നത്. അതായത് ഇപ്പോ അവിടുന്ന് വാങ്ങിക്കുന്ന അതായത് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഇനി ഇന്ത്യക്ക് വാങ്ങിക്കേണ്ട കാര്യം വരുന്നില്ല. ഇറാന്റെ എണ്ണ മാർക്കറ്റിലോട്ട് വരാൻ പോവുകയാണ്. ഇറാന്റെ LNG മാർക്കറ്റിലോട്ട് വരാൻ പോവുകയാണ്. ഗൾഫിന്റെ ഉൽപാദനം പഴയതുപോലെ ആകാൻ പോവുകയാണ്. ഫ്രീ മൂവ്മെന്റ് വരാൻ പോവുകയാണ്. അപ്പോ ഇന്ത്യക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. കൈ കാശുള്ളവനെ ഏത് കട കയറിയാൽ എന്തെന്നാ? എന്റെ പോക്കറ്റിൽ ആവശ്യത്തിന് കാശുണ്ടെങ്കിൽ എനിക്ക് റിലയൻസ് മാളിലും കയറാം, യൂസഫ് അലിയുടെ മാളിലും കയറാം. അതെല്ലാം മൂന്നാമത് വേറൊരു സാധാരണക്കാരന്റെ കടയിൽ നിന്നും വാങ്ങിക്കാം. എന്റെ സൗകര്യം അനുസരിച്ച് ഞാൻ വാങ്ങിക്കും. നിന്റെ കടയിൽ നല്ല രീതിയിൽ എന്നെ സ്വീകരിക്കുക എന്നുള്ളത് നിന്റെ ജോലിയാണ്, എന്റെ ജോലിയല്ല. ഞാൻ റെഡി ക്യാഷ് കട, എനിക്ക് നിന്റെ കടയിൽ നിന്ന് നിന്റെ ഒരു ഔദാര്യവും വേണ്ട. നിന്റെ കടയിലെ പറ്റുകാരനല്ല. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ അടുക്കെ ബഹുമാനവും ആദരവും കാണിച്ചില്ലെങ്കിൽ നഷ്ടപ്പെടുന്നത് അമേരിക്കയുടെ ബിസിനസ്സാണ്.
ഇത് ട്രംപിന് അറിയാൻ തിരിച്ച്. ഇതാണ് വളരെ ലളിതമായിട്ട് പറയാം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ട്രംപ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഇസ്രായേലിന് ഈ യുദ്ധത്തില് ഇസ്രായേൽ ഉപയോഗിച്ച ആയുധങ്ങളില് 26 ആംസ് ആൻഡ് അമ്യൂണിഷനിൽ 26% ഇന്ത്യയിൽ നിന്നാണ് കയറ്റുമതി ചെയ്യുന്നത്. അമേരിക്കയുടെ ആയുധങ്ങളൊന്നും ഇല്ലെങ്കിലും ഇന്ത്യക്ക് സ്വന്തം ആയുധം ഉണ്ടാക്കാം. അമേരിക്കൻ സൈന്യത്തെക്കാൾ പിന്നെ നമ്പറിൽ അമേരിക്കൻ സൈന്യത്തെക്കാൾ അധികം ഉണ്ട് ഇന്ത്യയുടെ ടോട്ടൽ ഫോഴ്സ്. അപ്പൊ പിന്നെ ഈ അമേരിക്കയുടെ കയ്യില് ഉള്ള ആയുധങ്ങൾ എന്ന് പറയുന്നതില് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കയ്യിലും ആയുധങ്ങളെല്ലാം ഉണ്ട്. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലോ ക്രൂയിസ് മിസൈലോ ഹൈപ്പർസോണിക് അമേരിക്കയുടെ ഇല്ല. ഹൈപ്പർസോണിക് വെപ്പണോ ആധുനിക എന്താണ് ആക്റ്റീവ്ലി സ്കാൻഡ് ഇലക്ട്രോണിക് റഡാറോ ഏസ റഡാറോ അതല്ലെങ്കിൽ ഒരു വളരെ ആധുനികമായിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റമോ പിന്നെ അണുശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന സബ്മറീൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലോ എല്ലാം ഇന്ത്യയുടെ കയ്യിലും ഉണ്ട്. ഇന്ത്യ യുദ്ധത്തിൽ സഹായിക്കാനൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. ആദ്യം പിന്നെ ഈ യേശുക്രിസ്തു പറയുന്നത് പോലെ, അതായത് നിങ്ങൾ എന്നെ ഓർത്ത് വിലപിക്കാതിരിക്കുവിൻ, നിങ്ങളുടെ ജനിക്കാനിരിക്കുന്ന മക്കളെ ഓർത്ത് വിലപിക്കുവിൻ എന്നാണ് ട്രംപിനോട് പറയുക. ഇന്ത്യ ഓർത്ത് ട്രംപ് വിഷമിക്കണ്ട. അമേരിക്കയിലെ ഇപ്പോഴത്തെ ജനങ്ങളെ, അമേരിക്കയിലെ ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ട്രംപ് കണ്ണീര് പൊഴിക്കട്ടെ. അത് മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ചോദിക്കൂ. സമയം അവസാനിക്കാറായി. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. ഇതില് ചൈന എങ്ങനെയായിരിക്കും ഇതിനെ കാണുന്നുണ്ടാവുക? ഇപ്പോ ചൈനക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണുകടി തന്നെയായിരിക്കും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പരിധിയിൽ കൂടുതൽ അടുക്കുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ചൈനയ്ക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അത് കാരണമാണ് ഈ ക്വാഡ് എന്ന ഒരു സംവിധാനത്തെ അമേരിക്ക, ഇന്ത്യ, ജപ്പാൻ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ ചേർന്നുള്ള സംയുക്ത നാവിക ഒരു കരാറിനെ, ക്വാഡിനെ ചൈന വളരെയധികം വെറുക്കുന്നത്. സ്വാഭാവികമായിട്ടും അമേരിക്ക ഇപ്പം ആരെങ്കിലും ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്ക വരും എന്ന് പറഞ്ഞത് ചൈനയെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. അപ്പോ ചൈനയ്ക്കുള്ള ഒരു മുന്നറിയിപ്പാണിത്. കാരണം എന്ന് വെച്ചാൽ ഈ ഗൾഫ് യുദ്ധം, ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ ചൈന 100% ഇറാന്റെ പക്കലായിരുന്നു. മാത്രമല്ല ചൈനീസ് കപ്പലുകൾ അമേരിക്കൻ ഉപരോധത്തെ മറികടന്ന് എണ്ണ കള്ളക്കടത്ത് നടത്തി 200ഓളം കപ്പലുകൾ അമേരിക്കൻ ഉപരോധത്തെ മറികടന്നതായിട്ടാണ് വാർത്തകൾ വരുന്നത്. ഇതൊക്കെ ആയിരിക്കാം ട്രംപിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത്. ഇന്ത്യയുടെ ചെലവിൽ ചൈന ഈ പിന്നെ എംബ്രാന്റെ വിളക്കത്ത് മാരാന്റെ അത്താഴം എന്ന് പറയുന്ന ഒരു സമ്പ്രദായമാണ് ഇപ്പോ ഈ ട്രംപ് കാണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ശരി, ട്രംപിന്റെ സ്നേഹത്തെ വലിയ വില നമ്മൾ കൊടുക്കണ്ട. പക്ഷെ ആര് സ്നേഹം കാണിച്ചാലും തീർച്ചയായിട്ടും സ്നേഹമായിട്ട് നമുക്ക് അംഗീകരിക്കാം. തൽക്കാലം ട്രംപിന്റെ നല്ല വാക്കുകളെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഭാവിയിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം, അതേ നാണയത്തിൽ നമുക്കും തിരിച്ചു കൊടുക്കാം. എന്തായാലും കൂടുതൽ സംഭവ വികാസങ്ങളും വിശകലനങ്ങളുമായിട്ട് ഉടൻ തന്നെ നമുക്ക് വീണ്ടും പ്രേക്ഷകരുടെ മുന്നിലെത്താം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.